മുൻഗണനാ റേഷൻ കാർഡിനായി കാത്തിരിക്കുന്നവർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി കാത്തിരുന്ന നടപടികൾക്ക് ഇപ്പോൾ വീണ്ടും തുടക്കമായിരിക്കുകയാണ്. 2017 മുതൽ മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറ്റം ആവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം നിരവധി അപേക്ഷകളാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത്. എന്നാൽ വിവിധ സാങ്കേതികവും ഭരണപരവുമായ കാരണങ്ങളാൽ ഈ അപേക്ഷകൾ പലതും തീർപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതുമൂലം അർഹരായ നിരവധി കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ വീണ്ടും നടപടി ആരംഭിച്ചിരിക്കുകയാണ്. മുൻപ് സമർപ്പിച്ച അപേക്ഷകളും പുതിയ അപേക്ഷകളും പരിശോധിച്ച് അർഹരായവരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താനാണ് ഇപ്പോഴത്തെ പുതിയ തീരുമാനം. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്നത് 4 ചക്ര വാഹനമുള്ള എല്ലാ വീടുകളും പണക്കാർ അല്ലെങ്കിൽ ധനികർ എന്ന നിലവാരത്തിൽ നമുക്ക് കാര്യങ്ങളെ കാണാൻ സാധിക്കുകയില്ല എന്നതാണ്. മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 17 ആണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ അർഹതയുള്ളവർ അവസാന തീയതിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത്. ഇതിനായി ഇ-സിറ്റിസൺ സിവിൽ സപ്ലൈസ് കേരള പോർട്ടൽ ഉപയോഗിക്കാം. കൂടാതെ നിലവിൽ റേഷൻ കാർഡ് സേവനങ്ങൾ ലഭിക്കുന്ന പോർട്ടലിൽ ചേഞ്ച് ടു പ്രയോറിറ്റി എന്ന ഓപ്ഷൻ വഴിയും അപേക്ഷ സമർപ്പിക്കാൻ സൗകര്യമുണ്ട്. അപേക്ഷ സമർപ്പിച്ചാൽ ഉടൻ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുമെന്നല്ല ഇതിന്റെ അർത്ഥം. ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. അപേക്ഷകൾ പരിശോധിക്കുമ്പോൾ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി, വരുമാനം, തൊഴിൽ, കുടുംബാംഗങ്ങളുടെ എണ്ണം, നിലവിൽ ലഭിക്കുന്ന മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ തുടങ്ങി വിവിധ മാനദണ്ഡങ്ങൾ പരിഗണിക്കും. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കുടുംബങ്ങൾക്കാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റം ലഭിക്കുക. അതിനാൽ അർഹതയുണ്ടെന്ന് കരുതുന്നവർ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ആവശ്യമായ രേഖകൾ കൃത്യമായി തയ്യാറാക്കി വയ്ക്കുന്നതും അപേക്ഷയിൽ വിവരങ്ങൾ ശരിയായി നൽകുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ നിരസിക്കപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് വലിയൊരു സഹായമാകുന്ന തീരുമാനമാണ്. മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതിലൂടെ സർക്കാർ നൽകുന്ന സബ്സിഡി നിരക്കിലുള്ള ഭക്ഷ്യധാന്യങ്ങളും മറ്റും ആനുകൂല്യങ്ങളും ലഭ്യമാകും. അതുകൊണ്ട് തന്നെ ഈ വിവരം അർഹതയുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും തീർച്ചയായും പങ്കുവയ്ക്കുക. അവസാന തീയതി ജൂലൈ 17 ആണെന്ന കാര്യം മറക്കരുത്. ഇത്തരം ഏറ്റവും പുതിയ സർക്കാർ അറിയിപ്പുകളും റേഷൻ സംബന്ധമായ വാർത്തകളും സമൂഹത്തിൽ നടക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി.